ഇന്നത്തെ സ്പെഷ്യൽ പാവയ്ക്ക കൊണ്ടാട്ടമാണ് കേട്ടോ. പാവയ്ക്ക വറ്റൽ വറുത്തിട്ട് ചോറിനെടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഞാൻ കുറച്ച് മുളകും വറ്റലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും വറക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ്. ഹായ്, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാൻ കുറച്ച് പാവയ്ക്ക വാങ്ങിച്ച് കൂടുതലായിട്ടൊന്ന് ഉണക്കി വെക്കാൻ പോവാണ്, കഴിഞ്ഞു പോരുതല്ലോ അത്. എല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ പാവയ്ക്ക വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അതിനകത്തെ കുരുവൊക്കെ അങ്ങ് മാറ്റിക്കളയണം. അതായത് മൂത്ത കുരുവാണെങ്കിൽ അങ്ങ് മാറ്റിക്കളയണം, അല്ലെങ്കിൽ നമ്മളത് വറുത്ത് കഴിക്കുമ്പോൾ കടിക്കും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ വട്ടത്തിൽ ഒരുപാട് കനം കൂട്ടി കനം കുറച്ച് അരിയാൻ പാടില്ല. ഈ ഒരു അളവിന് വേണം നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 കിലോ പാവയ്ക്കാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഉപ്പിൻ്റെ അളവ് ഇത്തിരി കൂടി കുറയ്ക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഞാനൊരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിനകത്ത് മുളക് പൊടി ഇടാം. ഞാൻ ഈ സെറ്റിനകത്ത് മുളക് പൊടി ഇടുന്നില്ല, വേറൊരു സെറ്റ് ഞാൻ മുളക് പൊടി ഇട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. രണ്ടും 2 ടേസ്റ്റ് ആയിരിക്കും, നമുക്കിഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തൈര് ഒഴിക്കാം. 1/2 കപ്പോളം തൈരാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇത്തിരി പുളിയുള്ള തൈര് ഒഴിച്ചാലും നല്ലതായിരിക്കും. പാവയ്ക്കയുടെ ആ കയ്പൊക്കെ ഒന്ന് മാറിക്കിട്ട് നല്ലൊരു ടേസ്റ്റും വരും. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പാവയ്ക്കയിൽ തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഒരേപോലെ എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ വളരെ നന്നായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം പാവയ്ക്കയിൽ എല്ലായിടത്തും ഒരേപോലെ പിടിച്ചിട്ടുണ്ട്, നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഇത് നമുക്കെങ്ങനെയൊന്ന് വെക്കാം. ഇനി വേണ്ടത് നല്ലതായിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. ഞാനതിന് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്, കാരണം തൈരൊക്കെ ചേർന്നതല്ലേ. അപ്പോൾ അതിന് മൺചട്ടിയായിരിക്കും ഏറ്റവും നല്ലത്. ഇതേപോലെ ചെറിയ തീയിൽ ആവി കയറ്റിയെടുക്കണം. വെന്ത് പോരുത് പാവയ്ക്ക. ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ, പച്ച കളർ മാറിയിട്ടൊരു മഞ്ഞ കളർ വരുന്ന ആ ഒരു അളവ് വരെ, ആ ഒരു പരുവം വരെ നമ്മൾ ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ദേ ഇതുപോലെ ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാം ഇടയ്ക്കിടന്ന് ഇളക്കി കൊടുക്കണം. തൈരൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പരന്ന പാത്രത്തിലോട്ട് നമുക്ക് നിരത്തി വയ്ക്കാം. അതിന് ശേഷം ഉണക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ സ്റ്റീൽ പാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ 3-4 വലിയ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം, ഉണക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതൊരു 3 ദിവസം ഉണങ്ങിയ പാവയ്ക്കയാണ്. അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് ഉണങ്ങാനുണ്ട്, കാരണം നമ്മളിത് വെച്ചേക്കാനല്ലേ. അപ്പോൾ 1 ദിവസം കൂടി ഉണക്കാമെന്ന് വെച്ചു. നല്ല വെയിലുള്ളതുകൊണ്ട് 1 ദിവസം കൂടി ഉണക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒടിഞ്ഞു വരണം, കിടവുന്നൊരു ശബ്ദം കേൾക്കത്തില്ല, അതേപോലെ ഒടിഞ്ഞു വരണം, അതാണ് പാകം. പിന്നെ നമുക്കത് പ്ലാസ്റ്റിക് എന്താ പറയണ്ടേ, കണ്ടെയ്നറുകളിലാക്കി വെച്ചിരിക്കുക. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. വളരെ കുറച്ച് എണ്ണയിൽ ഇതുപോലെ വറുത്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പാവയ്ക്ക കൊണ്ടാട്ടത്തിന്. ചോറ് കഴിക്കാൻ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ എല്ലാവരും.